ഫുൾ നെയിം എന്താണ്? അല്ലല്ല ആദ്യം ഡ്രസ് മാത്രം മതി. നട്ടിലില്ലാത്തവരെന്ന് കേരളത്തിലാണെന്ന് ചോദിച്ചു. പറഞ്ഞു എന്റെ ഉയരപ്പാപ്പനക്ക് ഒന്നുകൂടെ ക്ലിയർ ആയില്ല. നമ്മുടെ കൂടെയുള്ള MRC അപ്പാപ്പൻ ഒരു കുണ്ടയാണ്. പെട്ടെന്ന് പറ. നമ്മുടെ കൂടെ MRC അപ്പാപ്പൻ കുണ്ടയാണ്. പറയുടെ പോത്തേക്ക് പറയാനുകളെ പോലെ പരക്കാതെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു ഡെമ്മി മുയലിനെ വെക്കണം. ഡെമ്മി മുയലിനെ ഇവിടെ ആയിട്ട് കെട്ടി വെക്കാം അല്ലേ? ഇവിടെ ആയിട്ട് കെട്ടി വെക്കാം. ഫ്രണ്ടിൽ മേളിൽ വെക്കണം, താഴെ ഒരെണ്ണത്തിന് വെക്കണം. സൈഡിൽ രണ്ടെണ്ണം വെക്കണം. രണ്ടെണ്ണം പിന്നെ ഡമ്മി മുയല് പിന്നെ പിന്നല്ലാതെ പിന്നെ ഓക്കെ. കരിമീൻ കൂടെ അമ്മാനെ അവിടെ ഓരോ പിക്ക് വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ സാത്താൻ അവിടെ ലെഗസീന് വീഡിയോമായി. ഇവിടെ MRZ 2 പ്ലേയേഴ്സോളം ഡൗൺ ആയിട്ടുണ്ട്. ഒരാൾ വീഡിയോ കിക്കും ആയിട്ടുണ്ട്. കാരണം MRZ ഓക്കെ MRZ അല്ല KVL റഷ്യൻ DNL ഒരു പിക്ക്. റഷ്യൻ സ്പീഡ് അടിച്ചോ. MRZ റഷ്യൻ DNL ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ചരൺ DS ഒരു പിക്ക്. റഷ്യൻ സ്പീഡ് ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ഭയങ്കര താറ് വരുന്നവന്. மானசீக இந்த ஆட்டோ போதுமா குழந்தை? ഈ കക്കൂസ ഇത് എത്ര ആൾക്കാർ പോയതാ? അല്ല ഇതാണ് KV അബ്ബാസ്. ഇത് മാത്രല്ല അല്ല വേറെ സെക്യൂരിറ്റി ഉണ്ട് അവിടെ. നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ മുമ്പിൽ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടേലേ, നീ ജോർജ് സാറിനെ ഇനിയും കുറെ അറിയാനുണ്ടനിയാ. MRZ-ന്റെ ഒരു വണ്ടി ഇവിടെ ബുള്ളും പിന്നെ അതുപോലെ തന്നെ സാംസുലേക്കുമുള്ള ഒരു വണ്ടി, KVയുടെ വണ്ടിയും വെള്ളത്തിൽ പോയിട്ടുണ്ട്. ഇത് നല്ലൊരു ഡിസഡ്വാൻറ്റേജ് ആണ് വന്നിട്ടുള്ളത്. 2 ഗാങ്ങിനും നല്ലൊരു ഡിസഡ്വാൻറ്റേജ്. ഇത് ഇവിടെ MRZ ഇറങ്ങിയടിക്കുമോ KVയും MRZ ഇവിടെ ഇറങ്ങിയടിക്കാനുള്ള നല്ലൊരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. സാംസുലേക്കിന് അടി വരുന്നു, സാംസുലേക്കിനും ബുള്ളിനും അടി വരുന്നുണ്ട്. ഇത് വീണ്ടും അടുത്ത വണ്ടികൾ പോയി. KVയുടെ MRZ-ന്റെ ഓരോ അടുത്ത വണ്ടികൾ വെച്ച് പോയി. എന്താ ID ജോഡാണ് ബുള്ളിനെ എടുത്തിരിക്കുന്നത് ഇവിടെ ഓക്കെ. പക്ഷെ MRZ ഇവിടെ മേലെ ഇറങ്ങിയിട്ട് നല്ലൊരു കിഡ് ഫൈറ്റ്. ചാർലി അവിടെ ഒരു ജിൻറ്റക്ക സ്വന്തം ടീമേറ്റിനെയാണ് ഡൗൺ ആക്കിയത്. ഓക്കെ
ബാക്കി സൈ മാലിക് അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. സാത്താൻ അവിടെ ഇക്രുമോനെ ഡൗൺ ആക്കിയിരിക്കുന്നു. തളപതി അവിടെ MRZ കരിമീൻ കോഡിനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ ഫൈറ്റ് വരുന്നു. ഇവിടെ MRZ 3-4 പേര് ഡൗൺ ആയിട്ടുണ്ട്. ഇടിച്ചു കൊല്ലാനുള്ള ഒരു പ്ലാൻ ആണെന്നാണ് തോന്നുന്നത്. യെസ്, താഴത്തേക്ക് ഇറങ്ങുന്നത് വൾഗർ ലാംഗ്വേജ് ഉണ്ടോ നോക്കി അടിച്ചോട്ട്. പറയെല്ലാം പറ തോലക്കവൻ പട്ടി വെല്ലോനും വിട്ട വളി കയറി പിടിക്കാണ് നീയൊക്കെ ഗ്യാങ് തുറന്നു വെച്ചേക്കണേ. വെല്ലോനും വിട്ട വളിയൊക്കെ പിടിക്കാ. നാണുണ്ടോ? സ്വന്തമായിട്ട് വല്ലതും കേട്ടിട്ട് പാടാ. സ്വന്തമായിട്ട് വല്ലതും കേട്ടിട്ട് പാടാ. പൊട്ട സ്വന്തമായിട്ട് വല്ലതും കേട്ടിട്ട് പാടാ. ചങ്ങലക്ക് ഇട്ടേക്കണവനെ സ്വന്തമായിട്ട് വല്ലതും കേട്ടിട്ട് വന്നു. നാണം ഉണ്ടോ? കണ്ടി കണ്ടവര് കുടുംബശ്രീ പറയുമ്പോ കുടുംബശ്രീ ഏറ്റുപിടിച്ച് വരാൻ കുടുംബശ്രീ ഏറ്റുപിടിച്ച് വരാൻ നാണം ഉണ്ടോ? നീ നിന്റെ പേരെന്താ? അത് വിളിട്ട് വരാം. ഞാൻ എന്റെ ഇതിലാ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതിപ്പോ എന്തായാലും വാറായിട്ട് കണ്ടിരിക്കാൻ നമുക്ക് താല്പര്യം. ഓക്കെ, അപ്പൊ വാറടിക്കാൻ ഒന്നേ കാലിൽ അങ്ങ് വാറടിക്കാൻ പോവാ, അത്രേ ഉള്ളൂ. ഇല്ലടാ, നിന്റെ കഴിവ് കണ്ടടാ അവിടെ കുരിഞ്ഞിരുന്നപ്പോ. ഓണ കണ്ടി, ഓണ തീട്ട കണ്ടി, ഓണ പച്ചത്തീട്ട കണ്ടി, പച്ചത്തീട്ട കണ്ടി, ഓണ പച്ചത്തീട്ട കണ്ടി, പച്ചത്തീട്ട കണ്ടി. You will become a man once you realize every downfall is the greatest time to come back. ഒന്നാമത്തെ റഷ്യൻ ടീമിനെ അവിടെ വിക്ക് എടുത്തിരിക്കുന്നു. റഷ്യൻ ഒന്നാമത്തെ ജോഷാനോ വിക്ക്, ജപ്പാൻ ടീമിന് വിക്ക് എടുത്തിട്ട് അലക്സ് ഒരു വിക്ക്, ജപ്പാൻ ടീമിന് വിക്ക് എടുത്തിരിക്കുന്നു. ഒരു ഒറ്റ കാര്യം പറയുന്നത് എന്റെ പിള്ളേരെടുത്ത് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു. പ്രീവാർ ജയിച്ചോ ഇനീഷ്യലി ജയിച്ചോ അതൊന്നല്ല നമ്മുടെ സ്ഥിതിയിൽ നോക്കുക. വാർ ആര് ജയിച്ചു അറ്റ് ദ എൻഡ് നമ്മളൊരു ടൂർണമെന്റ് അല്ലെങ്കിൽ നിങ്ങളൊരു മാച്ചോ അല്ലെങ്കിൽ നിങ്ങൾ IPL അത് കണ്ടു കഴിഞ്ഞാൽ സെമിയിൽ ആര് ജയിച്ചു, ക്വാർട്ടർ ഫൈനൽ ആര് ജയിച്ചു എന്നല്ല നോക്കുക. ഫൈനല് കപ്പ് ആര് തൂക്കി, ഫൈനൽ ആര് അത് നോക്കുള്ളൂ. ജയാരവം ഒന്നായി മുഴക്കി കണ്ടോ മോനെ കുഞ്ഞാപ്പാന്റെ പച്ചപ്പട പൊളിച്ചടുക്കി. ഇത് കുഞ്ഞാപ്പട ഹേ ഇവൻ സിംഗം
പച്ചപ്പട ഹേ കരുത്താടട എട്ടും പൊട്ടും തിരിയാതെ സഖാക്കളോ കട്ടപ്പോഹാ